പരിചയപ്പെടുത്തി. എന്റെ പേര് ഷിംല. സ്വദേശം വരുന്നത് വണ്ടൂരാണ്. റൂബി റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. യെസ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്. ഈ ഒരു വൈകിയ വേളയും അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റ് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നമ്മുടെ കമ്പനിയുടെ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐകെയറിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു 40 മിനിറ്റ് മാത്രം നിങ്ങൾ ഇവിടെ ഒന്ന് തരിക. പിന്നെ എന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഈ 40 മിനിറ്റിന്റെ ഉള്ളിൽ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനായിട്ട് ഒരു പേനയും ഡയറിയും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സെറന മാഡം ഒന്ന് ചെക്ക് നോക്കണേ. ഓക്കെ ആണോ സെറന മാഡം? ഓക്കെ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ സെറന മാഡം? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, വുമൻസ് ഹെൽത്ത് അല്ലെ? സ്ത്രീയുടെ ആരോഗ്യം. സ്ത്രീയുടെ ആരോഗ്യം എത്ര വലുതാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? സ്ത്രീയുടെ ആരോഗ്യം നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഇത്രത്തോളം വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ചാല് ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലെ? ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മളൊക്കെ വീട്ടില് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ലേഡീസ് ആണ്. ഇനിയിപ്പോ പുരുഷന്മാരായിക്കോട്ടെ, അവരുടെ ഒക്കെ വീട്ടിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാതാവായിട്ടോ ഭാര്യയായിട്ടോ സഹോദരിയായിട്ടോ ഒക്കെ നമ്മളെ വീട്ടിലും ആരൊക്കെ ഉണ്ടാവും? സ്ത്രീകൾ ഉണ്ടാവും, വുമൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ആരോഗ്യത്തിന് നമ്മൾ എന്തിനാണ് ഇത്രത്തോളം വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്? അല്ലെങ്കിൽ കുറഞ്ഞ വില കാണിച്ചാൽ മതിയോ അവർക്ക്? എത്രത്തോളം ഈ ലേഡീസിന് ഇങ്ങനെ വില അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഇത്ര നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എന്തിനാണെന്നുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വീട്ടില് നേരത്തെ ഉണർന്നിട്ട് വീട്ടിലെ പരിപാടികളൊക്കെ തീർത്ത് ഏറ്റവും ആദ്യം ഉണർന്ന് എല്ലാ വർക്കുകളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു വീട്ടിലെ അവസാനം ഷട്ട് ഡൗൺ ആവുന്ന വ്യക്തി അല്ലെങ്കിൽ ഉറങ്ങുന്ന വ്യക്തി എന്ന് പറയുന്നത് അവിടുത്തെ ലേഡീസ് ആണ് അല്ലെ? ആ വീട്ടിലെ, അത് നമ്മൾ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആ വീട്ടിൽ ആരാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഗൃഹനാഥ ആരാണോ അവരാണ് ആ വീട്ടിൽ ആദ്യം ഉണരുന്നതും അവസാനം ഉറങ്ങുന്ന വ്യക്തിയും അല്ലെ? അവര് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അവരുടെ ചുറ്റുമുള്ള അവരുടെ ഫാമിലിയിലുള്ള ആളുകളുടെ ലൈഫിന്. അവരുടെ സന്തോഷം, ഫാമിലിയിലെ സന്തോഷം, അവരുടെ കംഫേർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്വയം സ്ത്രീകളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാണ് അല്ലെ? നമ്മുടെ ലൈഫിൽ അവരുടെ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലുള്ള ആളുകളുടെ, മക്കളുടെ, ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെയോ വീട്ടിൽ പാരന്റ്സിന്റെയോ ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുമാണ് അവര് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെ? ഒരു ജീവിതത്തിലെ ഒരു പകുതി മുക്കാലോളം കാലയളവ് അവരെന്താണ് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട്, ചെറിയ പ്രായമാകുമ്പോൾ അവർ ആരുടെ അണ്ടറിലാണ്? ഒരു ഫാദറിന്റെ അല്ലെ, കുറച്ച് കഴിഞ്ഞാല് അവര് ഹസ്ബൻഡിന്റെ, അങ്ങനെ അങ്ങനെ കാലം മാറി പോകുന്നുണ്ടെങ്കിലും അവരാണ് അവിടെയുള്ള മുഖ്യം. അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു കാല അളവും എവിടെ ചെലവഴിക്കുന്നുണ്ട്? അവർ ഫാമിലിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ആരോഗ്യത്തിന്റെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവര് നോക്കുന്നില്ല അല്ലെ? പൊതുവെ നമ്മള് ഫീമെയിൽ കാറ്റഗറിക്ക് എന്താ നമ്മൾ പറയാം? യെസ്, നമ്മൾ ഫീമെയിൽ കാറ്റഗറിക്ക് പൊതുവെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മള് സ്ത്രീകളെ പൊതുവെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, നോർമലി അവരെ വിളിക്കുന്നത് ഫീമെയിൽ എന്നാണ്. ഈ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മള് മെയിൽ എന്നാൽ പുരുഷൻ, ഫീമെയിൽ എന്ന സ്ത്രീ അല്ലെ? പക്ഷെ ഇതിലൊരു അർത്ഥമുണ്ട്. ഫീമെയിലിൽ ഒരു അർത്ഥമുണ്ട്. FE എന്നാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. FE എന്നും മെയിൽ എന്നും രണ്ട് വാക്കുകളായിട്ടാണ് ഉണ്ടാക്കിയത് അല്ലെ? ഓക്കെ, അപ്പോ FE എന്ന് പറയുന്നത് ഫെറം എന്നാണ് അർത്ഥം വരുന്നത്. ഫെറം, കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയും. ഫെറം എന്നാൽ അയൺ എന്നാണ് അർത്ഥം. FE എന്ന് പറഞ്ഞാൽ ഫെറം, ഫെറം എന്ന് പറഞ്ഞാൽ അയൺ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ മെയിൽ എന്ന് പറഞ്ഞാൽ മാൻ, അയൺ മാൻ എന്നാണ് ഒരു ഫീമെയിൽ എന്നതിന്റെ
ഫീമെയിൽ എന്നതിന്റെ മുഴുവനായിട്ടുള്ള ഇത് വരുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയൺ മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുരുഷന്റെ കരുത്താണ് ആർക്കുള്ളത്? നമ്മുടെ സ്ത്രീകൾക്കുള്ളത്. ഒരു ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുരുഷന്റെ കരുത്തുള്ള ആളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഡെഫിനറ്റ് ആയിട്ടും നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിന് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒന്നാണ് അല്ലെ. അവരുടെ ലൈഫിന് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുമാണ്, അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു വുമൻസ് കാറ്റഗറിയെ എപ്പോഴും സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കാൻ മാത്രമാണ് നമ്മുടെ കമ്പനി 35 എബോ ഏജിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. അതാണ് നമ്മുടെ ഐക്കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അവർക്ക് മാത്രം, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ അതിനൊരു വലിയൊരു പങ്കുണ്ട് അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ഫീമെയിൽ കാറ്റഗറിയെ സ്ട്രോങ്ങർ ആക്കി നിർത്തുക, എപ്പോഴും ഒരു ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു ഗർഭം ധരിക്കാൻ പറ്റുള്ളൂ, ഒരു അമ്മയാവാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫീമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫീമെയിൽ കാറ്റഗറി ഒരുപാട് വേഴ്സറ്റൈൽ ക്യാരക്ടർ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഒരുപാട് വ്യത്യസ്ത എന്താ പറയാ ക്യാരക്ടേഴ്സ് അവർക്കുണ്ട്. വുമൻസിന് ഏതൊക്കെയാ? ഒരു മകളുടെ സ്ഥാനമുണ്ട് അല്ലെ, ചെറുപ്പകാലത്തിൽ ഒരു മകളുടെ സ്ഥാനമുണ്ട്. പിന്നെ ഒരു ഭംഗിയായിട്ട് ഒരു സഹോദരിയുടെ സ്ഥാനം അലങ്കരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്കോഴ്സ് തീർച്ചയായിട്ടും ഒരമ്മയാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഒരു വുമൻ എന്ന് പറയുന്നത്. അഫ്കോഴ്സ് അതുപോലെ തന്നെ ഒരു ഭാര്യ, ഒരു വൈഫിന്റെ ഒരു സ്ഥാനം അലങ്കരിച്ചു വരുന്നു. പിന്നെ മനോഹരമായിട്ട് എപ്പോഴും എവർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫ്രണ്ട്, നല്ലൊരു സുഹൃത്ത് എന്ന ഒരു സ്ഥാനം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വേഴ്സറ്റൈൽ ക്യാരക്ടർ ഉള്ള ആളുകളാണ് ഈ വുമൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ ഒരു സമയം ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും. രാവിലെ നമ്മള് മക്കളൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും, ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിക്കാം, നമ്മൾ എണീറ്റ് വരും, അപ്പോഴത്തിന് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും, അച്ഛന്മാരിൽ ഉപ്പമാര് വർക്കിന് പോകുന്നുണ്ടാവും, ഓർക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ വേറെ അയൺ ചെയ്യുന്നുണ്ടാവും, ചെറിയ മക്കളുണ്ടായി കരയുന്നുണ്ടാവും, അടുപ്പിൽ സാധനം ഉണ്ടാവും. ഒക്കെ ഇതെല്ലാം ഒരൊറ്റ ആളാണ് ഇത് മൊത്തം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എങ്ങനെ സാധിക്കും. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചാല് അത് അവിടെ ഉണ്ട്, ആ ഓർമ്മയുണ്ട് അല്ലെ. പലതരത്തിൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഒരേ ടൈമില് പല കാര്യങ്ങളും ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വേഴ്സറ്റൈൽ ക്യാരക്ടർ, ഒരു എന്താ പറയാ മൾട്ടി ടാസ്കിങ് ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? വുമൻ എന്ന നിലയിൽ ഒരു സ്ത്രീ ചെയ്യുന്നത്. അതുകൊണ്ട് വി ഷുഡ് റെസ്പെക്ട് എ വുമൻ. നമ്മളൊരു സ്ത്രീയെ വളരെയധികം ബഹുമാനിക്കണം, വേണ്ടേ? യെസ്, അവരുടെ എത്രത്തോളം അവർക്ക് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കെയർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരുപാട് റോളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു മൾട്ടി ടാസ്കിങ് ഡ്യൂട്ടി തന്നെ ആര് ചെയ്യുന്നുണ്ട്? വുമൻ കാറ്റഗറി ചെയ്യുന്നുണ്ട്. യെസ്, വുമൻസ് ഹെൽത്ത്. നമ്മള് പൊതുവെ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ വുമൻസിനെ ഒരു പ്രത്യേകം, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്? വുമൻസിനും ജെൻസിനും, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരിൽ പൊതുവെ കണ്ടുവരാറുള്ള അസുഖങ്ങളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ അത് ആരിൽ കാണപ്പെടാറുണ്ട്? പുരുഷന്മാരിൽ സ്ത്രീകളിൽ കാണപ്പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളിലും അത് കാണപ്പെടാറുണ്ട്. ഓക്കെ, ഏതൊക്കെ അസുഖങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നതാണ്? സ്ത്രീകളിൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് വരും. കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല. സ്ട്രെസ്, പല ആൾക്കാരും ഒരു എന്താ പറയാ അവരുടെ നമ്മൾ പറയും ചെറിയ കുട്ടികളെ മനസ്സാണ്, പെട്ടെന്ന് കരച്ചിൽ വരും. പൊതുവെ നമ്മള് ജെൻസിനെ വെച്ച് നോക്കുമ്പോ പുരുഷന്മാര് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക്, കാരണം അവർക്ക് കൂടുതലായിട്ട് താങ്ങാൻ കഴിയാത്തതിന്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ
പുരുഷന്മാരെക്കാൾ കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. പിന്നെയുള്ളതാണ് ഡിപ്രഷൻ, ആൻസൈറ്റി. അതും താങ്ങാൻ കഴിയില്ല, അതും വളരെ കൂടുതലാണ്. നമ്മൾ പൊതുവെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ ഷുഗർ, നമ്മളൊരു കല്ലെടുത്ത് എറിയുന്നത് തലയിൽ ചാടുമ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ആണെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോ ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരാളെങ്കിലും ഡിപ്രഷനും ആൻസൈറ്റി ഉള്ള ആളുകൾ പൊതുവെ ഉണ്ടാവും. ഇപ്പോൾ ഉള്ള ലൈഫിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് സ്ത്രീകളിലാണ് ബാധിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് പൊതുവെ സ്ത്രീകൾക്കാണ് ഭയങ്കര വിഷമം. അവരുടെ അതൊക്കെ അവരുടെ ഒരു ടൈം പീരീഡിന്റെ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നീട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, സെക്ഷുവലി പ്രോബ്ലംസും നമ്മളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതും സ്ത്രീകളിലാണ്. അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ല് എല്ല് പൊള്ളയാവുന്ന അല്ലെങ്കിൽ ആമവാദം പോലെയുള്ള, സന്ധിവാദം പോലെയുള്ള അസുഖങ്ങളൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളാണ്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഉപ്പ പറയുന്നതിനേക്കാൾ കൂടുതൽ കേട്ടത് എന്റെ ഉമ്മ പറയുന്നതാണ്. കാലിന് വേദന, കൈക്ക് വേദന, നമ്മൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോ അങ്ങനെ പറയുന്ന കേൾക്കാം. ഏറ്റവും കൂടുതൽ അല്ലെ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ പറയുക, കുറച്ച് പ്രായം ചെന്ന ആളുകൾ. പൊതുവെ ആണുങ്ങൾ അങ്ങനെ പറയുന്നത് പൊതുവെ കുറവാണ്. അതും നമ്മളെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പിന്നീട് യൂറിനറി ട്രാക്ട്, യൂറിനറി ഡിസീസസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ജെൻസിൽ നിന്നും അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്നും ഏറ്റവും കൂടുതലും കണ്ടുവരുന്നതും സ്ത്രീകൾക്കാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവര് പുറത്ത് കാണിക്കൂല എന്നുള്ളതാണ്. പെട്ടെന്നൊന്നും പുറത്ത് കാണിക്കൂല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇന്നർ പാർട്സിന്റെ ലിവർ, കിഡ്നി പോലെയാണ് പൊതുവെ വുമൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവര് ഈ കിഡ്നി ലിവറിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അതില് പകുതി മുക്കാലോളം കഴിഞ്ഞിട്ടേ പുറത്തിലോട്ട് അതിന്റെ സിംറ്റംസ് കാണിച്ചു വരുള്ളൂ. അതുപോലെയാണ് സ്ത്രീകൾ എന്നാണ് പറയുക. അവരുടെ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞാൽ മാത്രമേ അത് പുറത്ത് കാണിക്കുള്ളൂ. അതുവരെ അസുഖം ഉണ്ടാകും. നമ്മൾ കാണുന്നതാണ്. കാരണം നിങ്ങളൊക്കെ വീട്ടില് പിന്നെ നിങ്ങളുടെ ഭാര്യമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ ഒക്കെ ഉണ്ട്. അവരെ നോക്കിയാൽ അറിയാം, അങ്ങ് എത്തിയിട്ടുണ്ടാവും. അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ പരിധിയിൽ എത്തുമ്പോൾ മാത്രമേ അവര് പുറത്ത് കാണിക്കുള്ളൂ. അതുവരെ അവരെന്ത് ചെയ്യും, അത് സഹിച്ച്, അവർക്ക് എന്ത് ശാരീരിക പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് അവര് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കും. അപ്പോഴേ അത് പുറത്തു വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അവരുടെ ലൈഫിന്, അല്ലെങ്കിൽ ഹെൽത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന, നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നമ്മളെ ഉമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ വീട് ആരാണോ നോക്കുന്നത്, അവർ ഒരു ദിവസം ഒന്ന് ബെഡിലായി പോയാല്, ഒരു സുഖമില്ലാതെ ഒരു 2 ദിവസം കിടപ്പിലായി പോയാല് ആ ഫാമിലി അല്ലെങ്കിൽ ആ വീടിന്റെ ആകെ ഡിസോർഡർ ആയി മാറും അല്ലെ. അവിടെയുള്ള കാര്യങ്ങൾ മൊത്തം ഡിസോർഡർ ആയി മാറും. കാരണം അവർ ചെയ്യുന്ന ഡെയിലി റൂട്ടീൻസ് ആകെ മാറുകയാണ്. കാരണം രാവിലെ എണീക്കുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ഉച്ചക്കുള്ളത് റെഡി, ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുമ്പോ 2 ദിവസം അവരൊന്ന് കടന്നു നോക്കുമ്പോൾ ആകെ അവതാളത്തിലാവും. അപ്പൊ നമ്മൾ അവരുടെ ഹെൽത്തിന് അത്രത്തോളം പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് നമ്മളെ വുമൻസ് നേരിടുന്നുണ്ട്. സ്ട്രെസ്, ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സുകൾ, അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസിലെ ഒന്നാണ് സ്ട്രെസ്. ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാരണം, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അവർക്കത് താങ്ങുന്നതിനേക്കാൾ, അവരുടെ ഒരു ഇതിനേക്കാൾ കൂടുതലാണ് അവർക്ക് ഇപ്പൊ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഓവർ സ്ട്രെസ് അവർക്ക് അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ PCOD സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, അതിന്റെ വേദനകള്, അതുമായിട്ട് സംബന്ധിച്ച ഒരുപാട് പ്രയാസങ്ങൾ, ഹോർമോണൽ ഇഷ്യൂസ്, ചേഞ്ചസ്, ഇതൊക്കെ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ അനുഭവിക്കുന്നത് നമ്മളെ ലേഡീസ് ആണ്. അതുപോലെ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡുമായി സംബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ലേഡീസിലാണ് കാണപ്പെടുന്നത്. ഡയബറ്റിസ് കാണപ്പെടുന്നുണ്ട്, ഏറ്റവും കൂടുതലായിട്ടും ഡയബറ്റിസും കാണപ്പെടുന്നുണ്ട്. ഒബിസിറ്റി, അമിതമായിട്ടുള്ള വണ്ണം, ചില ആളുകൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഭയങ്കര തടി വെച്ചത് കാണാം, പിന്നെ അത് പോകില്ല. അത് വെച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളാണ് പൊതുവെ വുമൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, BP കാണാറുണ്ട്.
ഓസ്റ്റിയോപൊറോസിസ് നമ്മുടെ എല്ല് പൊള്ളയാവുന്ന അസുഖം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും നമ്മളെ സ്ത്രീകളിൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഡിപ്രഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്രഷൻ ഒരു തരത്തില് ഇപ്പോൾ ഏറെ നോക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ തന്നെ ഡിപ്രഷന്റെ വക്കിൽ പോയി നിൽക്കുകയാണ്. പല പല സാഹചര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന പല പല സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മളെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാത്ത ഒരു കാര്യം എന്ന് പറയാൻ, നമ്മളെ ചുറ്റും അല്ലെങ്കിൽ ലേഡീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് സംബന്ധിച്ച് ഒരു 80% ആളുകൾക്ക്, സ്ത്രീകൾ ഇന്ന് ഹോർമോണൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് പെയിന് കാര്യങ്ങളായിട്ട് ഒരു 68% ജോയിന്റ് പെയിന് ഉള്ള ആളുകളാണ്. അതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു 42% ലേഡീസുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. ഇവിടെയാണ് നമുക്ക് സ്ത്രീകളിൽ ഇത്രയും പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐ കെയർ എന്ന പ്രോഡക്റ്റിന്റെ വാല്യൂ ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. ഇത് നമ്മളെ കമ്പനി സ്ത്രീകൾക്ക് മാത്രം ഇറക്കിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് സപ്പോർട്ടിംഗ് ഫോർ ഓവറോൾ ഹെൽത്ത് ഫോർ വുമൻ, നമ്മുടെ സ്ത്രീകളുടെ മൊത്തം ആരോഗ്യത്തിന്റെ ബേസ് ചെയ്തുകൊണ്ട് ആഫ്റ്റർ 35 ഇയേഴ്സ് ഏജ്, അതായത് 35 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ട് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓക്കെ, യെസ്, ഇത് 35 വയസ്സിന് മുകളിലുള്ളതാണ്. ഞാൻ പറഞ്ഞ മോഡേൺ സയൻസ് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷം കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. നമ്മുടെ ഇൻകുമിൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഹീറോ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള 4 മെയിൻ ഇൻഗ്രീഡിയന്റുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ്, മെയിൻ ആയിട്ട് 4 ഇൻഗ്രീഡിയന്റ്, അതായത് ഇൻകുമിൻ കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് ഈ ഒരു 4 ഇൻഗ്രീഡിയന്റിനെ ഹീറോ ഇൻഗ്രീഡിയന്റ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ്, മെയിൻ ഇൻഗ്രീഡിയന്റിൽ വരുന്ന ഒന്ന് കുർക്കുമിൻ. നമുക്ക് കണ്ടാൽ അറിയാം, മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന ഒരു മോളിക്യൂൾ ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. യെസ്, ഒരുപാട് ആന്റി ഓക്സിഡന്റൽ റിച്ച് ആണ്, ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് കുർക്കുമിൻ. ഒരുപാട് വർഷം മുന്നേ, 1000 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. പല ആളുകൾക്കും അന്നൊന്നും ഈ മഞ്ഞളിന്റെ ഗുണം അറിയില്ല. നമ്മള് പഴയുള്ള ആളുകളൊക്കെ കാണാം, മഞ്ഞള് വല്ല എന്തെങ്കിലും ജന്തുക്കളോ പ്രാണികളോ ഒക്കെ കടിച്ചാൽ പച്ചമഞ്ഞൾ പുരട്ടുന്നത് കാണാം. അപ്പൊ വിഷം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കും. അതുപോലെ വല്ല പച്ചക്കറികളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും അല്ലെ, മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. അത് വിഷം കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പലതരത്തിലും, പിന്നെ അതുപോലെ കളർ മുക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ സയൻസിന് തെളിഞ്ഞത് എന്ത്, അതിലുള്ള മോളിക്യൂൾ, അതായത് കുർക്കുമിൻ എന്ന കണ്ടന്റിന്റെ ഒരു റെലവന്റ് അല്ലെങ്കിൽ എത്രത്തോളം അത് പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓരോന്ന് ഇത് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റിയോ ആർത്രൈറ്റിക്സ് എന്ന് പറയുന്ന വാദം കുറക്കാനൊക്കെ നമ്മളെ കുർക്കുമിൻ ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ റുട്ടീൻ ലൈഫിൽ വരുന്ന പലതരത്തിലുള്ള ഡിസോർഡറുകളെ പ്രിവെന്റീവ് ആയിട്ട് തടയാനും പ്രിവെന്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുർക്കുമിൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറ്റമിനും മിനറൽസിന്റെ ഒക്കെ ഉപയോഗം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വീകാര്യത കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുർക്കുമിനാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും അതിന് വാല്യൂ ഉണ്ടെന്നാണ്. ഈ ഒരു കണ്ടന്റ് ആണ് നമ്മളെ ഐ കെയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു ഐ കെയറിൽ ഉപയോഗിച്ചത്. 1000 ടൺ കണക്കിനാണ് അത് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കുർക്കുമിൻ കണ്ടന്റ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയിലോട്ട് 1000 ടൺ കുർക്കുമിൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത്രയും ബെറ്റർ ആണ്. അതുപോലെ തന്നെ ക്യാൻസറിന് ഒരു ക്യാൻസർ തെറാപ്പി ഉണ്ട്, അഡ്ജുവൻ തെറാപ്പി എന്ന് പറഞ്ഞ ക്യാൻസറിന് അഡ്ജുവൻ തെറാപ്പിയിൽ നമ്മൾ കുർക്കുമിൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയും റെലവന്റ് ആയിട്ട്, അത്രയും ബെറ്റർ, ഒരുപാട് എന്താ പറയാ, ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള നമ്മളെ ബോഡിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ,
നൽകുന്ന ഒരു ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. പല ആളുകൾ മുഖത്തൊക്കെ തേക്കാറുണ്ട് ഒന്ന് ഗ്ലോ ചെയ്യാൻ അല്ലെ, മുഖം വെളുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. മഞ്ഞള് തേങ്ങാപ്പാലിലൊക്കെ പുരട്ടിയിട്ട് എല്ലാം ബെറ്റർ ആണ്. ഇത് അകത്തോട്ട് ചെല്ലുകയാണ്. അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ, ആന്റി ഓക്സിഡന്റൽ റിച്ച് ആണ്, ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് നമ്മളെ കുർക്കുമിൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഐ കെയറിലെ കുർക്കുമിൻ എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ബോസ്വേലിയ, നെക്സ്റ്റ് ബോസ്വേലിയ അടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കുങ്ങില്യം, കുന്തുരു, കുന്തിരിക്കം എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റിനെ. ആന്റി ഇൻഫ്ലമേഷൻ റിച്ച് ആണ്. അതുപോലെ തന്നെ ബോൺ ഹെൽത്ത്, നമ്മുടെ എല്ലിന് പേശി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ കുന്തിരിക്കം എന്ന് പറയുന്ന ഇത്. ആയുർവേദത്തിൽ കാലാകാലങ്ങളായിട്ട് ഒരു പിന്നെ നമ്മുടെ പേശി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുങ്ങില്യം അല്ലെങ്കിൽ നമ്മളെ കുന്തുരു എന്ന് പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ്. അലോപ്പതിയിലെ വേദന സംഹാരിയായിട്ട് അല്ലെങ്കിൽ അലോപ്പതിയിലെ വേദന സംഹാരി ഔഷധത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്. അതുപോലെ ഓവർ ബ്ലീഡിങ് തടയാന് ബോസ്വേലിയ കൊണ്ട് ഏറ്റവും ബെറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഏറ്റവും ബോണിന് നമ്മുടെ എല്ലുകൾക്ക് ഒരു ബലം നൽകുന്ന, ഒരു പ്രൊട്ടക്റ്റ് നൽകുന്ന ഒന്നാണ് എന്ത് പറയാം, ബോസ്വേലിയ. അതിന്റെ കണ്ടന്റിന്റെ പ്രാധാന്യം അതാണ്. ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അടുത്ത ഒരു ഹീറോ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മുടെ ഐ കെയറിൽ ഉള്ളത്. ദെൻ ആസ്പെറാഗസ്, ശതാവരി. ഓക്കെ, ശതാവരി മെൻസ്ട്രേഷൻ ഒക്കെ, മെൻസ്ട്രേഷണൽ പീരീഡിൽ, അതായത് ഹോർമോണൽ ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസിനെ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആണ്. ബല്യം എന്നാണ് ഔഷധത്തിൽ ഇതിൽ പറയാറുള്ളത്, അതായത് ആയുർവേദത്തിൽ ബല്യം എന്നാണ് പറയാറുള്ളത്. ശരീരത്തിന് ബലം കൂട്ടാനും ബലം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പുഷ്ടിപ്പെടുത്താനും ഈ മെലിഞ്ഞ അല്ലെങ്കിൽ ക്ഷീണിച്ച ശരീരത്തെ ഒക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബെറ്റർ എലമെന്റ് ആണ് നമ്മുടെ ആസ്പെരാഗസിലുള്ള ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആസ്പെരാഗസ് ഒരുപാട് ഈസ്ട്രജൻ റെഗുലേറ്റർ ആണ് എന്ത് നമ്മുടെ ആസ്പെരാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹീറോ ഇൻഗ്രീഡിയന്റ് ആണ് അടുത്തതായിട്ട് നമ്മുടെ ഐ കെയറിൽ ഉപയോഗിച്ചത്. നെക്സ്റ്റ് വലേറിയൻ, ജഡാമഞ്ചി എന്ന് പറയും. നമ്മുടെ മെന്റൽ ഹെൽത്ത്, അതുപോലെ പല ആളുകളും പറയാറുണ്ട് ഉറക്കം വളരെ കുറവാണ്. കുറച്ച് പ്രായമായ ആളുകൾ രാത്രി ഒന്ന് ഉറങ്ങി എണീക്കും, പിന്നെ എനിക്ക് ഉറക്കില്ല, അങ്ങനെ പറയാറുണ്ട്. എന്റെ ഉമ്മയൊക്കെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 മണി വരെ ഉറങ്ങും, പിന്നെ അത് കഴിഞ്ഞാൽ ഉറങ്ങാറില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഐ കെയർ കഴിക്കുന്നുണ്ട്, റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറയാറുണ്ട്, അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ ആണ് ഇതിലെ ജഡാമഞ്ചി എന്ന ഈ കണ്ടന്റ്, ഏറ്റവും നല്ലതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ 4 ഹീറോ ഇൻഗ്രീഡിയന്റിന് പുറമെ നമ്മൾ 9 ഇൻഗ്രീഡിയന്റും കൂടെ കൂടുതലായിട്ട്, അതായത് 9 നാച്ചുറൽ ഇൻഗ്രീഡിയന്റും കൂടെ ഇതിൽ ആഡഡ് ആണ്. ഒന്നാമത്തേത് സാഫ്രോൺ, കുങ്കുമം നമുക്കറിയാം ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ സ്കിൻ ഗ്ലോ, അതുപോലെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനൊക്കെ ന്യൂട്രീഷൻ നൽകുന്ന ഒരു ഫുൾ ബോഡി ന്യൂട്രീഷൻ തന്നെ പറയാം. കുങ്കുമം ഇതിൽ ആഡഡ് ആണ്. ഒരുപാട് ന്യൂട്രീഷൻസ് റിച്ച് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കുങ്കുമം എന്ന് പറയുന്നത്, സാഫ്രോൺ. പിന്നെ സസം എന്ന് പറയുന്നത് എള്ള്. അത് നമുക്ക് ഒരുപാട് പ്രോട്ടീനുകൾ, ഫൈബർ റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ നമ്മുടെ പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസുകളെ കുറക്കാനും നമ്മുടെ LDL കൊളസ്ട്രോളിനെ കുറക്കാനും ഒക്കെ, കൊളസ്ട്രോൾ ലെവലൊക്കെ കുറക്കാൻ എന്ത് സഹായിക്കാറുണ്ട്, എള്ള് ഈ ഒരു ഇൻഗ്രീഡിയന്റും കൂടെ മെയിൻ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസ് ഓഫ് മുള്ളാത്ത, അത് നമ്മുടെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് റിച്ച് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മുള്ളാത്ത എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ റിസ്കി ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് കുറക്കാൻ, ക്യാൻസർ, ഡയബറ്റിക്കിനൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കാനൊക്കെ എന്ത് സഹായിക്കും, ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഹെൽപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡെക്സ് നെഗുണ്ടോ, കരിനൊച്ചി എന്ന് പറയാറുണ്ട്. നമ്മളെ ഹോർമോണൽ ഇഷ്യൂസ്, മെൻസ്ട്രൽ പീരിയഡിൽ വരുന്ന ഒരു അപാകതകൾ കാര്യങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്ററി അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ഒക്കെ ഒന്ന് ഓർഡറിലാക്കാൻ, ക്രമപ്പെടുത്താനും നമ്മളെ ഇമ്മ്യൂണിറ്റി, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ ഏറ്റവും റെലവെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് കരിനൊച്ചി എന്നുള്ളത്. ഓക്കെ, പിന്നീട് പീച്ച് പഴം, പീച്ച് ആന്റി ഓക്സിഡന്റൽ റിച്ച് ആണ്. ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ഒരുപാട് പ്രോട്ടീനുകൾ ഉള്ള ഒരു പഴമാണ് പീച്ച് പഴം എന്ന് പറയുന്നത്. നമ്മുടെ ഐ കെയറിന്റെ ഫ്ലേവർ വരുന്നത് ഈ പീച്ച്
ഫ്ലേവറിലാണ്. പീച്ചിന്റെ ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഐ കെയർ വരുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനും ഒരുപാട് ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ ഒരു പഴം സഹായിക്കുന്നുണ്ട്. പീച്ച് പഴത്തിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് അതിൽ ഇത് വരുന്നുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ ലെവലിനെ ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് ചെങ്ങലം പരണ്ട എന്ന് പറയും. ഇത് പറയുന്നത് തന്നെ ബോൺ സെക്ടർ ആയിട്ടാണ്. ഇത് അറിയപ്പെടുന്നത് തന്നെ ബോൺ സെക്ടർ ആണ്. എല്ല് സംബന്ധമായിട്ടുള്ള ഒരുപാട് ഡിസീസുകൾക്ക് ഒരുപാട് ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് അതിൽ മാറ്റം വരുന്നത്. അപ്പൊ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഇതൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്ന ഓരോ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മളുടെ ഐ കെയറിൽ മെയിൻ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ചെങ്ങലം വരണ്ട ബോൺ സെറ്റർ എന്നറിയപ്പെടുന്നു. ഓക്കെ, സെന്റല്ല ഷിയാറ്റിക്ക മുത്തിൽ നമ്മുടെ മെമ്മറി പവർ അതുപോലെ നെർവസ് ഫങ്ഷൻ ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ നമുക്ക് ഭയങ്കര മറവി പല ആളുകൾക്കും ഉണ്ടാവും അല്ലെ. ഭയങ്കര മറവിയാണ് കുറച്ച് കഴിഞ്ഞാൽ. എനിക്ക് തന്നെ മറവിയാണ്. പിന്നെ ഇപ്പൊ കുറച്ച് പ്രായം ചെന്ന ആളുകൾക്ക് പറയേണ്ട ആവശ്യമില്ല. മെമ്മറി പവർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നെർവസ് ഫങ്ഷൻ ഒക്കെ ഒന്ന് ലെവലാക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മുത്തിൽ എന്ന് പറയുന്നത്. പിന്നെ അംല, നമുക്കറിയാം അംല ഇസ് ബെറ്റർ ആൻഡ് ബെറ്റർ പവർ ഹൗസ്, ആന്റി ഓക്സിഡന്റിന്റെ പവർ ഹൗസ് എന്ന് പറയുന്ന സാധനമാണ് അംല എന്ന് പറയുന്നത്. നാടൻ നെല്ലിക്ക ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഈ പുണ്ണുള്ള ആളുകൾക്കൊക്കെ നെല്ലിക്ക കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോ പവർ ഹൗസ് എന്ന് പറയുന്ന അംലയാണ് ഒരു ഇൻഗ്രീഡിയന്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അലോവേര. കറ്റാർ വാഴ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ കറ്റാർ വാഴ ഉണ്ട് നമ്മളെ ഗട്ട് ഹീലിംഗ്, വയറ് സംബന്ധമായിട്ടുള്ള ഗട്ട് ഹീലിംഗ് പവർ ഹൗസ് എന്നാണ് കറ്റാർ വാഴയെ അറിയപ്പെടുന്നത്. നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസും ഒക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഐ കെയർ, എന്തിനാണ് അല്ലെ. ഒരു യുണീക്കൽ നമ്മൾ പറഞ്ഞു 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളെ ആയുർവേദിക് സയന്റിഫിക് ആയിട്ട് തെളിയിച്ച ഒരു ഇൻക്യുമിൻ കോംപ്ലക്സ് അടക്കിയിട്ടുള്ള കുർക്കുമിന്റെയും ബോസ്വെല്ലിയുടെയും അസ്പരാഗസിന്റെയും വെലേറിയന്റെയും ഒക്കെ ഒരു ഇൻക്യുമിൻ കോംപ്ലക്സ് അടങ്ങിയ ഒരു ഹോളിസ്റ്റിക് സപ്പോർട്ട് ഓവറോൾ വുമൺ, സ്ത്രീകൾക്ക് വേണ്ട ഒരു ഓവറോൾ വുമണിന് വെൽബീങ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ ഓവറോൾ വെൽബീങ് പ്രോഡക്റ്റിന് ഹെൽത്തിന് വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത്. അവരുടെ ഹോർമോണൽ എംബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു, ബാലൻസിങ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ എല്ലുകൾക്കും മസിലുകൾക്കും സ്ത്രീകളുടെ എല്ല് ബലം കിട്ടാനും മസിലുകൾക്കൊക്കെ ഒന്ന് ബലം കിട്ടാനൊക്കെ വേണ്ടിയിട്ടും ജോയിന്റ് പെയിനുകളൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ബോൺസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് നൽകാം, ഇതിനു വേണ്ടിയിട്ടാണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉള്ളത്. ഓക്കെ, പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. യെസ്, എന്തെല്ലാം ബെനിഫിറ്റുകളാണ് നമുക്ക് ഐ കെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഹോർമോണൽ വെൽനെസ്സിൽ നോക്കുകയാണെങ്കിൽ ഹെൽപ്പ് ടു പ്രിവെന്റ് PCOD, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. PCOD സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങള് വേദനകൾ ഒക്കെ PCOD സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾക്ക് നമുക്ക് ഐ കെയറിലൂടെ പറ്റിയ സൊല്യൂഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് മെനോപോസൽ ഡിസോർഡർ, മെനോപോസിന്റെ സമയത്ത് ഉണ്ടാവുന്ന ഡിസോർഡേഴ്സിനൊക്കെ മെൻസസ് ഡിസോർഡേഴ്സിനൊക്കെ ഒന്ന് ക്രമപ്പെടുത്താനും നല്ലൊരു രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ആ വേദനകളുടെ ഒക്കെ ഒരു കാഠിന്യം കുറക്കാനും പല ആളുകളും പല ലേഡീസും അനുഭവിക്കാറുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ എക്സ്ട്രീം ലെവല് വരെ ആവുമ്പോഴേ പുറത്തു വരുള്ളൂ എന്നുള്ളത്. പല ആളുകളും പുറത്ത് കാണിക്കൂല. കാരണം മാസമുറയായി കടന്നു പോകുന്ന ഒന്നാണ് ഈ മെൻസസ് എന്ന് പറയുന്നത്. അതിൽ പല ആളുകളും നമ്മൾ ഒന്നും അറിയുന്നില്ല. അവർക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അത്രയും വേദന സഹിക്കുന്നുണ്ട് എന്നർത്ഥം. ഈ വേദനകൾക്കൊക്കെ ഒരു റിക്കവർ, ഒരു സൊല്യൂഷൻ നമ്മുടെ ഐ കെയറിലുണ്ട്. അങ്ങനെയാണ് ഹോർമോണൽ വെൽനെസ്സിൽ നമ്മുടെ ഐ കെയറിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓസ്റ്റിയോ വെൽനെസ്സിൽ നോക്കുകയാണെങ്കിൽ ഹെൽപ്പ് ടു പ്രിവെന്റ് ഓസ്റ്റിയോപോറോസിസ് ആർത്രൈറ്റിസ്. അതായത് നമ്മളെ ഈ മെനോപോസിന്റെ ടൈം ആയി കഴിഞ്ഞാല് നമ്മളെ ഈസ്ട്രജൻ ലെവല് സ്ത്രീകളുടെ ബോഡിയിലെ ഈസ്ട്രജൻ ലെവല് കുറഞ്ഞു വരും. അപ്പോൾ നമ്മളെ
സ്ത്രീകളുടെ സ്ത്രീ ശരീരത്തിലെ സ്ത്രീ ഹോർമോൺ കുറഞ്ഞു വരും. അത് അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നും എല്ലുകളിൽ നിന്നും കാൽഷ്യം നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഈ സംഭവിക്കുന്നത് എന്ത്, ഓസ്റ്റോപൊറോസിസ്, എല്ല് പൊള്ളയാവുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കും. ഇതൊക്കെ കുറക്കാനും ഏറ്റവും ബെറ്റർ ആണ് എന്ത്, നമ്മുടെ ഈ ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എല്ല് സംബന്ധമായിട്ടുള്ള വേദനകളായിക്കോട്ടെ ഒക്കത്തിനും ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേദനകൾ പറയുന്നത് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടുവേദനയാണ്, അല്ലെങ്കിൽ തേയ്മാനാണ്, മുട്ട് മാറ്റി വെക്കണം, സർജറി എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ കാണുന്നത് ലേഡീസിലാണ്, വുമൻസിലാണ്. അത് കുറച്ച് പ്രായം ചെന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലേഡീസിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഓസ്റ്റിയോ വെൽനെസ്സിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഐ കെയറിന്റെ ഒരു റെലവെന്റ് എന്ന് പറയുന്നത്. ദെൻ കോസ്മെറ്റിക് വെൽനെസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും പൊതുവെ എത്ര പ്രായം ചെന്ന ആളുകളാണെങ്കിലും നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം അല്ലെ, സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നോക്കുന്നതാണ്. അത് ചുളിവ് വന്നോ, മുഖക്കുരു വന്നോ, കറുത്ത പാട് വന്നോ ഒക്കെ നോക്കും. അത് എത്ര കുറച്ച് പ്രായമാണെങ്കിലും നോക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു എന്താ പറയാ ബെറ്റർ സൊല്യൂഷൻ തന്നെയാണ്. അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ നമ്മൾ പറഞ്ഞു കുങ്കുമം ആഡഡ് ആണ്, കുർക്കുമിൻ ആഡഡ് ആണ്. ഇതൊക്കെ നമ്മുടെ കോസ്മെറ്റിക് വെൽനെസ്സിന് ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ്. നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകള്, അതുപോലെ ഈ അങ്ങനെയുള്ള സ്കിൻ ഗ്ലോക്ക് ഏറ്റവും ബെറ്റർ നമ്മളെ കോസ്മെറ്റിക് വെൽനെസ്സിൽ ഐ കെയർ കൊണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ വെൽനെസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് സ്ട്രെസ് പിന്നെ ആൻസൈറ്റി ഒക്കെ അനുഭവിക്കുന്നത്, മൂഡ് സ്വിങ്സ് പല തരത്തിലും. ചില സമയത്ത് നല്ല ഒരു നമ്മൾ പൊതുവെ കാണാറുണ്ട്, നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഭയങ്കര ഹീറ്റ് ആവുന്നത്, പൊട്ടിത്തെറിക്കുന്നതാണോ. അതൊക്കെ അവരുടെ ഒരു പീരിയഡിന്റെ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഏജിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു ബെറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടാവുന്ന പാനിക് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന മാറ്റത്തിനൊക്കെ, മൂഡ് സ്വിങ്സിനൊക്കെ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്, ഈ ഐ കെയറിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ വെൽനെസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, എപ്പോഴും അലർജി, പിന്നെ രക്തക്കുറവ്, പിന്നെ അനിമിക് ആവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ഒരു ബെറ്റർ സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന വെരി ഹോളിസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വൺ ആൻഡ് ഓൺലി ലേഡീസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐ കെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഗഡ് വെൽനെസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായിട്ട് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നമ്മളെ ഡൈജഷൻ ഒക്കെ കറക്റ്റ് ചെയ്യാനും മെറ്റബോളിസം ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസും അസിഡിറ്റി പ്രോബ്ലംസും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ബെറ്റർ സൊല്യൂഷൻ തന്നെയാണ് ഐ കെയർ എന്ന് പറയുന്നത്. ഇത്രയും ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഐ കെയർ കൊണ്ട് ഒരു 35 ആൻഡ് എബോ ലേഡീസിന് ഉള്ളത്. ഓക്കെ, ഇനി ഒരു മോർ ദാൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്, നമ്മുടെ പൊതുവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഐ കെയർ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഐ കെയർ എന്ന് പറയുന്നത് ഒരു 1 ലിറ്റർ ബോട്ടിലിൽ ഒരു ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, 1 ലിറ്ററിന്റെ ബോട്ടിലാണ് വരുന്നത്. ഒരു 17 ഡേയ്സ് ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല് ഒരു 30 മില്ലി 2 നേരമായിട്ട് ഭക്ഷണത്തിന് മുന്നേയും രാത്രി ഭക്ഷണത്തിന് മുന്നേയും രാവിലെ ഭക്ഷണത്തിന് മുന്നേ ആയിട്ടാണ് കഴിക്കേണ്ടത്. ഫോർമൽ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഡൗട്ട്സുകളും നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഈസ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കാൻ പറ്റും? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും കഴിക്കാം. ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കഴിക്കാം. ഗുഡ് ഫോർ ബ്ലഡ് പ്രഷർ, നമ്മൾ നേരത്തെ പറഞ്ഞു BP ഒക്കെ കൺട്രോൾ ചെയ്യാനും അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാനൊക്കെ ബെറ്റർ ആണെന്ന് നമ്മൾ ഐ കെയർ കൊണ്ട് പറഞ്ഞു. ഓക്കെ, ഏജ് ലിമിറ്റ് ഉണ്ടോ? യെസ്, നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് തന്നെ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. 35 വയസ്സായ ഏതൊരു സ്ത്രീക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെൽനസ് ഹോളിസ്റ്റിക് പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഐ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറേഷൻ ഇൻ ടേക്ക്, എങ്ങനെ എത്ര കാലം എടുക്കണം? നമുക്ക് ഇഷ്ടം ഉള്ളതിനനുസരിച്ച്. ഏറ്റവും നല്ലൊരു വെൽനസ് പ്രോഡക്റ്റ് ആണ്, ഒരു മെഡിസിൻ അല്ല, ഒരു ഫുഡ് സപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും. ഓക്കെ, ടൈം ഇൻ ടേക്ക്, എടുക്കുന്നത് ഭക്ഷണത്തിന് മുന്നേ ആവുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് 30 മില്ലി, രാത്രി ഭക്ഷണത്തിന് മുമ്പ് 30 മില്ലി കഴിക്കുന്നത് നല്ലതാണ്. ഡയല്യൂഷൻ വിത്ത് വാട്ട്, വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ 30 മില്ലിയാണ് അതിന്റെ
ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 30 മില്ലി വെള്ളത്തിൽ 30 മില്ലി ഐ കെയർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെള്ളത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഐ കെയറിന്റെ അതായത് അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പൊ കണക്കായിട്ട് തുല്യത്തിലായിട്ട് ഉപയോഗിക്കുക. ഓക്കെ. ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ ടൈം, അതായത് പ്രഗ്നൻസി ടൈമിലും ലാക്ടേഷൻ പീരീഡിലും നമുക്ക് കഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ സമീപിച്ചിട്ട് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് കഴിക്കുന്നത് കൊണ്ട് ഒന്നും ഒരു കുഴപ്പം ഇല്ല, കഴിക്കാം. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്കൊക്കെ പിന്നുള്ളതാണ് നമ്മുടെ പാരന്റ്സിനൊക്കെ അല്ലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഐ കെയർ. 35 വയസ്സായ ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആഫ്റ്റർ 35 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടിപ്പുകൾ, പൊതുവെ ലേഡീസിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്പുകളാണ്. നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ ഒരു യോഗ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വാക്കിംഗ്, ജോഗിങ്, ഗാർഡനിങ്, നമ്മളുമായിട്ട് ആ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് ഏറ്റവും ബെറ്റർ ആണ്. അതുപോലെ തന്നെ നല്ല ഇൻക്ലൂഡിങ് ഹെൽത്തി ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് നമ്മള് ഫുഡിൽ, അതായത് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റിലോട്ട് അടങ്ങുക. അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര, ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കുറക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് ബോഡിയെ സ്റ്റേ ഹൈഡ്രേറ്റ് എന്നാ പറയുന്നത്. ഓക്കെ, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നല്ല കലോറി കുറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ഈ ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഓക്കെ, ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഒരുപാട് 30 മിനിറ്റോളം ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, എഴുതി വെച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നല്ല ഒരു അമേസിങ് പ്രോഡക്റ്റ് ആണ്. നേരെ പോയിട്ട് ഉമ്മമാർക്ക് കൊടുക്കുക, അമ്മ എന്റെ വക ഒരു ഐ കെയർ. അങ്ങോട്ട് ഹെൽത്ത് അങ്ങോട്ട് നന്നാവട്ടെ നമ്മളെ ഉമ്മമാരുടെ അല്ലെ ഭാര്യമാരുടെ ഒക്കെ. ഓക്കെ, വെഡിങ് ആനിവേഴ്സറിക്ക് ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ അമേസിങ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഓക്കെ, എന്നെ ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹാൻഡ് ഓവറിംഗ് ടു ബ്യൂട്ടിഫുൾ MC സെറീന മാഡം. താങ്ക് യു ഷിംല മാഡം. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു തന്ന ഷിംല മാഡത്തിന് എല്ലാവരും ഡിജിറ്റൽ ആയിട്ട് ഒരു ഹാർട്ട് സിംബലും ക്ലാപ്പും നൽകാം. നമുക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സൈനിങ് ഓഫ് സെറീന.